ഈ മംഗളൂരുവിൽ മറ്റൊരു സംഘത്തെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ടല്ലോ. അതായത് അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന നേപ്പാൾ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നവമി, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് മംഗളൂരിൽ നിന്ന് പുറത്തുവന്നത്. അതായത് നേപ്പാളിൽ നിന്നെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തുന്ന സംഘം, അതായത് പകൽ നേരങ്ങളിൽ ആളൊഴിഞ്ഞ വീടുകളിൽ കയറിയാണ് ഈ സംഘം കവർച്ച നടത്തുന്നത്. അവരുടെ രീതി അങ്ങനെയാണ്. ഒരു 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതായത് മഹാരാഷ്ട്രയിൽ നിന്നും കവർച്ച ചെയ്ത ഒരു വെള്ളി, ഇവരുടെ കയ്യിൽ നിന്നും 61 ഗ്രാം വെള്ളി, അതോടൊപ്പം മംഗളൂരിൽ നിന്ന് തന്നെ മറ്റൊരു വീട്ടിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം ഉൾപ്പെടെ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഘത്തിന്റെ ഒരു രീതി, ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഇവർ പദ്ധതി ആസൂത്രണം ചെയ്യും, ഇങ്ങനെ ഒരു കവർച്ച ആസൂത്രണം ചെയ്യും. അത് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകൽ നേരങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന, അതല്ലെങ്കിൽ ആളില്ല എന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ കയറി കവർച്ച നടത്തും. പിന്നീട് അവിടെ നിന്നും ഈ സംഘം മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ കടക്കും. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഇപ്പോൾ മംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെ ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ 3 പേരും നേപ്പാളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ ഈ ഒരു 2 കേസുമായി ബന്ധപ്പെട്ട് ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു മോഷണം നടത്തിയ മുതലാണ് ഇതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഏതായാലും പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്ക് ഒടുവിലാണ് ഈ ഒരു സംഘം പിടിയിലായത്. ഒരുപാട് കേസുകൾക്ക് ഇവരിൽ നിന്നും തുമ്മുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മംഗളൂരു പോലീസ് കരുതുന്നത്. ഇവരെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ സംഘം പിടിയിലായത്. എന്തായാലും ഇവരെ ഇപ്പോൾ മംഗളൂരു പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നവമി, ശരി, അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന നേപ്പാൾ സംഘത്തെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.